ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു പൊങ്കൽ ഉണ്ടാക്കാൻ പോവാണ്, തമിഴ്നാട് സ്റ്റൈല്. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഇപ്പോൾ കാണിച്ച ഗ്ലാസ്സിൽ ആ ഗ്ലാസ്സിനൊരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. എത്രത്തോളം നമ്മൾ അരിയിടുന്ന അതിനനുസരിച്ചിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് കൊത്തി അരിഞ്ഞ ഇഞ്ചി, 2 പച്ചമുളക്, കുരുമുളക്, ജീരകം, 2-3 എരിവിനനുസരിച്ച് 2-3 പച്ചമുളക് ചേർക്കാം. ഇനി അതിലേക്ക് പച്ചരി കുതിർത്തതും ചെറുപയർ പരിപ്പും കുതിർത്ത് വെച്ചിരുന്ന് അതിട്ട് കൊടുക്കാം കഴുകി. അതിലേക്ക് വീണ്ടും നെയ്യ് ചേർത്ത് കൊടുക്കുക. എത്രത്തോളം നെയ്യ് ചേർക്കാവോ അത്രത്തോളം നല്ലതാണ്. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കുക്കർ അടച്ച് വെച്ച് ഒരു 3-4 വിസിലടുപ്പിക്കണം. ഇതായിപ്പോൾ ഇത്രയും നല്ലതായിട്ട് വേവണം ഇത്. അതിനാണ് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചത്. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കണം. ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ട് നെയ്യ് ചേർക്കണം. നെയ്യൊന്ന് മൂത്ത് വരട്ടെ. വന്നതിന് ശേഷം നമുക്കതിലേക്ക് അണ്ടിപ്പരിപ്പ്, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുത്ത് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വറുത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പൊങ്കലില്ലേ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഈ പൊങ്കലിന് എടുത്തിരിക്കുന്ന അരിയുടെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചരിയാണ് നമ്മളിത് ഉപയോഗിക്കുന്നതിന്. ഇതിന് പച്ചരി ഞാനിപ്പം വെള്ളം ഒഴിച്ച ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് അരിയും 1/2 ഗ്ലാസ് പരിപ്പുമാണ് എടുത്തത്, ചെറുപയർ പരിപ്പ്. ഇപ്പം നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ അരി എടുക്കുന്നത് അതിൻ്റെ 1 ഗ്ലാസ് എടുത്തു കഴിഞ്ഞാൽ അതിനൊരു 1/2 ഗ്ലാസ് ചെറുപയർ പരിപ്പ് അങ്ങനെയാണ് ഇടേണ്ടത്. അത് അരമണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം കഴുകിയിട്ട് വേണം നമ്മൾ ഇടാനായിട്ട്. ഇപ്പോൾ ഇതെല്ലാം വറുത്തതിന് ശേഷം നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന പൊങ്കലിലേക്ക് ഇതിട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് ഈ പൊങ്കൽ. ഇതാ കണ്ടോ, ഇപ്പം നമ്മൾ കുറച്ചും കൂടെ അറിയതിന് ശേഷം അതൊന്ന് കുറുകിയിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് വെന്തതുമാണ്. ഇതിൽ എത്രത്തോളം നമുക്ക് നെയ്യ് ചേർക്കാവണോ അത് നല്ല നെയ്യ് ഇങ്ങനെ മേളിൽ പൊന്തി കിടക്കണം. ഞാൻ ഒരുപാട് ചേർത്തിട്ടില്ല നെയ്യ്, കുറച്ചുകൂടെ ചേർത്താൽ നല്ലതാണ്. നെയ്യാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ടേസ്റ്റ് പൊങ്കലിൻ്റെ. ഇതാ ഇപ്പോൾ പൊങ്കൽ റെഡി ആയിട്ടുണ്ട്. തമിഴ്നാട് സ്റ്റൈലിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊങ്കൽ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ കൂടെ നമ്മൾ സാമ്പാറാണ് ഉപയോഗിക്കുക. സാമ്പാർ, ചമ്മന്തി ഇത് 2 ചേർത്താണ് നമ്മൾ കഴിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഇനി ഒരു പുതിയ വീഡിയോയുമായി കാണാം. ടാറ്റാ, ബൈ ബൈ.